നമസ്കാരം. 2025 രാഹു-കേതു മാറ്റം വൃശ്ചികം രാശി അഥവാ ലഗ്നം ജനിച്ചവർക്ക് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ രാഹു നിങ്ങളുടെ 4-ാം ഭാവത്തിലൂടെയും കേതു നിങ്ങളുടെ 10-ാം ഭാവത്തിലൂടെയുമാണ് ട്രാൻസിറ്റ് ചെയ്യുന്നത്. 4-ാം ഭാവം എന്നത് കുടുംബസ്ഥാനമാണ്, നിങ്ങളുടെ റൂട്ട്സ്, ട്രഡീഷൻസ് റെപ്രസെന്റ് ചെയ്യുന്ന ഭാവം. 10-ാം ഭാവം എന്നത് നിങ്ങളുടെ നെയിം, ഫെയിം, കരിയർ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവവും. ഈ ഒരു ട്രാൻസിറ്റിൽ നിങ്ങൾക്ക് വീട് സംബന്ധമായി എന്തെങ്കിലും വർക്ക് വരുന്നതാണ്. അതായത് വീട് റിനോവേറ്റ് ചെയ്യാൻ തോന്നുക, അല്ലെങ്കിൽ വീട്ടിലോട്ട് ഇൻറ്റീരിയർ ഐറ്റംസ് ഒക്കെ വാങ്ങാനിടയുള്ള ഒരു ടൈമാണ്. നിങ്ങളുടെ ഗ്രഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ഓർ ചേഞ്ച് വരുന്നതാണ്. അതുപോലെ തന്നെ കുടുംബവും ഒന്നിച്ച് യാത്ര പോകാൻ, അല്ലെങ്കിൽ കുടുംബവും ഒന്നിച്ച് പുറത്ത് ഫുഡ് കഴിക്കാൻ, ഇതിനൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്ന ഒരു ട്രാൻസിറ്റ് ആയിരിക്കും ഇത്. കുടുംബത്തിന് വേണ്ടി അധികമായി നിങ്ങളുടെ സമയവും ക്യാഷും ചെലവഴിക്കുന്ന ഒരു ട്രാൻസിറ്റാണിത്. എബ്രോഡുള്ള ആളുകളാണെങ്കിൽ നാട്ടിൽ പോകാനും പേരൻസിനെയും ബന്ധുമിത്രാദികളെയും ഒക്കെ കാണാൻ ഇടവരുന്ന ഒരു ടൈമാണ്. ഇവിടെ നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം. പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരാം. പ്രൊഫഷണൽ ഈഗോ ഒക്കെ നിങ്ങൾക്ക് ഇല്ലാതാകുന്ന ഒരു ടൈമായിരിക്കും ഇത്. ഇവിടെ കേതു 10-ൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിലവിലുള്ള ജോലി വിട്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാനും, അല്ലെങ്കിൽ പ്രൊമോഷൻസ് ഓർ ജോബ് ട്രാൻസ്ഫർ വഴി ജോലിയിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നതുമായ ഒരു ടൈമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ റെക്കഗ്നീഷൻ, അർഹിച്ച അംഗീകാരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇവിടെ 10-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻസ് വരാം. ഞാൻ ഈ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അതോ ഞാൻ ഈ ജോലി നിർത്തിയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്താലോ, ഇങ്ങനെയുള്ള തോട്ട്സ് നിങ്ങൾക്ക് കൂടുതലായി വരുന്ന ഒരു ട്രാൻസിറ്റാണിത്. കൂടുതൽ ആൾക്കാരും ആഗ്രഹിക്കുന്നത് ജോലി നിർത്തി എനിക്ക് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണം. എൻ്റെ ലൈഫ് പർപ്പസ് ഈ ഒരു 9 to 5 ജോബ് അല്ല, എൻ്റെ ലൈഫ് പർപ്പസ് മറ്റ് എന്തോ ഒരു കാര്യമാണ്. എനിക്ക് എപ്പോഴും നിങ്ങൾക്ക് ബിസിനസ്സിലോട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുതലായി വരുന്ന ഒരു ട്രാൻസിറ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ വശങ്ങളും നന്നായി ചിന്തിച്ച് ഗണപതി ഭഗവാനെയും ഭദ്രകാളിയെയും നന്നായി ആരാധിച്ച് വേണ്ട വഴിപാടുകൾ നടത്തി വേണം നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങുകയാണെങ്കിൽ അതിലേക്ക് ഏർപ്പെടാൻ. ഇത്രയുമാണ് വൃശ്ചികം രാശി അഥവാ വൃശ്ചികം ലഗ്നം ജനിച്ചവർക്കുള്ള ഫലം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.